ഹലോ ഫ്രണ്ട്സ്, ഹായ്. ഇന്നത്തെ വീഡിയോ എന്ന സമയത്ത് ജിയോജിബ്ര എങ്ങനെ നമ്മുടെ വിൻഡോസിൽ ഓപ്പൺ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന സമയത്ത് കുറേ ദിവസം കൊണ്ട് ഞാൻ എടുക്കാനായിട്ട് വിചാരിച്ചുകൊണ്ടിരുന്ന വീഡിയോ ആണ്. പക്ഷേ കുറേ ദിവസം കൊണ്ട് എടുക്കാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ജിയോജിബ്ര എങ്ങനെ വിൻഡോസിൽ ഓപ്പൺ ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇപ്പോൾ ക്രോമിൽ കയറിയിട്ട് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ജിയോജിബ്ര. അതിവിടെ വന്നിട്ടുണ്ട് ജിയോജിബ്ര എന്ന്. ഓക്കെ, അതാ ഇവിടുത്തെ താഴെ ക്ലാസിക് എന്ന് എടുക്കുന്നുണ്ട്, ക്ലാസിക് 5 എടുക്കുന്നുണ്ട്. ഞാൻ ക്ലാസിക് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് വരട്ടെ, ലോഡ് ആവുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ലോഡ് അനുസരിച്ച് അത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ജിയോജിബ്ര വന്നിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത് എന്ന് പറഞ്ഞുതരാം. ജിയോജിബ്ര ക്ലാസിക് എടുക്കുക. അപ്പോൾ ഇതെല്ലാം നമുക്ക് സത്യത്തിൽ എന്ത് ചെയ്യുന്നത്, നമ്മുടെ വീട്ടിൽ എടുക്കുന്ന ഇതെന്ന് പറയുന്നത് വീട്ടിൽ. അപ്പോൾ ഇവിടെ നോക്കാം, ഇതെന്ന സമയത്ത് സത്യത്തിൽ പറഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മൾ സാധാരണ വീട്ടിൽ ഉള്ളത്, വീട്ടിൽ നിന്ന് നമ്മൾ വിൻഡോസ് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്ന ജിയോജിബ്രയാണ്. അപ്പോൾ ഞാനിത് ക്രോമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തു എന്ന് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഇത് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഈ സൈഡിൽ ജിയോജിബ്ര ക്ലാസിക് എന്ന് കാണാൻ പറ്റും. ഇതിൽ താഴേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് ഡൗൺലോഡ്സ് എന്നൊരു സെക്ഷൻ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചോദിച്ചാൽ അത് ലോഡാവും. ലോഡാകുമ്പോൾ അവർക്ക് ഏതൊക്കെയാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ആപ്സാണ് അവൈലബിൾ എന്നുള്ളത് കാണിക്കും. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ താഴേക്കൊന്ന് നോക്കാം. താഴേക്ക് നമ്മളൊന്ന് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നമ്മൾ താഴെയുള്ള ഓൾ ഡൗൺലോഡ് ഓപ്ഷൻസ് ഒന്ന് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്താലും മതിയാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കും. സയൻറ്റിഫിക് കാൽക്കുലേറ്റർ അങ്ങനെ സംഭവങ്ങളൊക്കെ കാണിക്കും. ഇത് ജിയോജിബ്ര എക്സാംസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സംഭവം ഉണ്ട് കണ്ടോ. അത് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ ജിയോജിബ്ര ക്ലാസിക് 5 ഇൻസ്റ്റാളർ ഫോർ വിൻഡോസ് അത് പറഞ്ഞിട്ട് അവർ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ലിങ്ക് ഉണ്ടല്ലോ, അതായത് ജിയോജിബ്ര ക്ലാസിക് 5 ഫോർ വിൻഡോസാണ്. അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, വേറൊരു ടാബിലേക്കായിരിക്കും പോകുന്നത്. ഓക്കെ, ആ ടാബിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ആ ഒരു ടാബ് അത് നമ്മൾ ജിയോജിബ്ര ക്ലാസിക് 5 നിന്നാണ് നമ്മൾ പോയത്. സോ നമ്മൾ എത്തുന്ന ആ ടാബിൽ സ്റ്റാർട്ട് ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാം. പിന്നെ അതുപോലെ തന്നെ സ്റ്റാർട്ട് ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ അവിടെ കൊടുത്തിരിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ ഫയൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നേരെ മുകളിൽ തന്നെ വരണമെന്നില്ല, ചിലപ്പോൾ താഴേക്ക് പോകുന്ന സമയത്തായിരിക്കും അതിൻ്റെ ആ ഒരു ബട്ടൺ കൊടുത്തിരിക്കുക. അതൊന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് സ്റ്റാർട്ട് ഡൗൺലോഡ് കൊടുക്കുക, ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇത്രയും കാര്യങ്ങൾ വീഡിയോ എടുക്കാനായിട്ടുള്ള ഇതെനിക്ക് പറ്റിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോണെന്ന് പറയുന്നത് കുറച്ച് ഓവർ ഹീറ്റഡ്. അപ്പോൾ ഓവർ ഹീറ്റഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ വീഡിയോസ് അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല. ഫോണിന് ഡിസ്ക്ലെയിമർ തരുന്നു കൂടുതൽ യൂസ് ചെയ്യില്ലെന്ന്. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാത്തത്. അപ്പം ഇത് ഞാൻ അതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഇടണമെന്ന് വിചാരിച്ച വീഡിയോ ആണ്. പക്ഷേ കുറേ സ്റ്റുഡൻസിന് നാളെയാണ് മോഡൽ എക്സാം എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇന്ന് തന്നെ ഈ ഒരു വീഡിയോ പെട്ടെന്ന് തന്നെ ചെയ്തിടുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, ഈ വീഡിയോ കണ്ടിട്ട് ചെയ്തിട്ട് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. പിന്നെ അതുപോലെ ലാപ്ടോപ്പിൻ്റെ കണ്ടീഷനൊക്കെ ഈ ഒരു സംഭവം ചെയ്തതിന് ശേഷം ലാപ്ടോപ്പ് ഇത്തിരി ഹീറ്റഡ് ആയതുകൊണ്ട് എനിക്ക് ഓൺ ചെയ്യാൻ കുറച്ച് സ്ലോ ആണ്. അതായത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം പിടിക്കും ലാപ്പ്. അങ്ങനത്തെ ഒരു ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ ലാപ്പ് ഒന്ന് ഓൺ ചെയ്ത് എനിക്കത് അത്രയും എടുക്കാനുള്ള ടൈം കിട്ടിയില്ല. അതുകൊണ്ടാണ് സോറി. അപ്പോൾ കിട്ടിയവർ ഉടനെ തന്നെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് ടൈം പിടിക്കട്ടെ ഡൗൺലോഡ് ചെയ്യാനായിട്ട്. നമുക്കൊരു 98 ഒക്കെ ആവുന്ന കുറച്ച് സമയം പിടിക്കും ഓൾറെഡി ഇത് ഒന്ന് ഡൗൺലോഡ് ആവാനായിട്ട്. ഡൗൺലോഡ് ചെയ്ത് ഇടാം. എന്നിട്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ പഠിച്ച ശേഷം ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാം പഠിച്ച് തീർന്നിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി, അപ്പോഴേക്കത് ആവുള്ളൂ. കാരണം കുറച്ച് സമയം പിടിക്കുന്ന സംഭവമാണ്. എന്നാലും നിങ്ങൾ ലാപ്പ് അത്രയും സ്ലോ, എൻ്റെ ലാപ്പ് കുറച്ചുകൂടി സ്ലോ ആണ്, അതുകൊണ്ട് അത്രയും സമയം പിടിച്ചു. 2 മണിക്കൂറൊക്കെ പിടിക്കും. നിങ്ങളുടെ ലാപ്പ് ഒത്തിരി സ്പീഡാണെങ്കിൽ കുഴപ്പമില്ല, ഒരു മണിക്കൂറിനകമൊക്കെ, പക്ഷേ അരമണിക്കൂറൊക്കെ ആകുമ്പോൾ അത് ഡൗൺലോഡ് ആവും. ഓക്കെ, എന്നിട്ട് ഇങ്ങനത്തെ ഒരു വിൻഡോ ആയിരിക്കും നീന്നത് ഓപ്പൺ ചെയ്ത് വരുന്നത്. അപ്പോൾ എനിക്കിത് കുറച്ച് സമയം പിടിച്ചു. ഞാൻ പറഞ്ഞില്ല ലാപ്ടോപ്പ് സ്ലോ ആണ്. നിങ്ങൾക്ക് ലാപ്ടോപ്പ് സ്പീഡാണെങ്കിൽ നീ പെട്ടെന്ന് വരും. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കറക്റ്റ് നമ്മൾ ഉബുണ്ടുവിൽ ചെയ്യുന്ന അതേ സെയിം സംഭവമായിരിക്കും നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ ഞാൻ പോസ്റ്റ് ചെയ്യാണ്. എല്ലാവരും കണ്ടിട്ട് അവരുടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. യൂസ്ഫുൾ ആണെങ്കിൽ അതിൻ്റെ കാര്യം പറയാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ.